അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കുട്ടികളെ, ഗേണ്ട എന്നൊരു പാഠമാണ്, കണ്ടാമൃഗത്തിൻ്റെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗേണ്ട കാ സബ്സെ ബഡാ കാം ഹെ ഖാന, അതുവരെയാണ്. അവിടെ നിന്നാണ് ഇനി എടുക്കാനുള്ളത്. ഗേണ്ടേ കാ സബ്സെ ബഡാ കാം ഹെ ഖാന, കണ്ടാമൃഗത്തിൻ്റെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് തിന്നലാകുന്നു. ഖാന, തിന്നലാകുന്നു. നമ്മളൊക്കെ പോലെ തന്നെ അല്ലേ. ഓ ഹർ വക്ത് ചർത്താ ഹി രഹ്താ ഹെ, അത് എല്ലാ സമയത്തും ഇങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുന്നു. ചർന എന്ന് പറഞ്ഞാൽ മേയുക. ജഹാം സെ ഗുസർത്താ ഹെ, ഏതിലൂടെയാണോ പോകുന്നത്, ഗുസർന കടന്നു പോകുന്നത്. ഐസ മാലും മോത്താ ഹെ, ഇങ്ങനെ മനസ്സിലാകുന്നു. ജൈസ കിസീനെ വഹാം ഗാസ് കാടിനെ വാലെ മെഷീൻ ഫെർദി ഹോ, അല്ലെ, അത് ഏതിലൂടെയാണോ കടന്നു പോകുന്നത് അവിടെ ഗാസ് കാടിനെ വാലി മെഷീൻ, പുല്ല് വെട്ടുന്ന യന്ത്രം, അല്ലെ, പുല്ല് വെട്ടി യന്ത്രം. ഫെർദി ഹോ, അവിടെ ഇങ്ങനെ ഫെർന എന്ന് പറഞ്ഞാൽ ചുറ്റുക, കറക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ പുല്ല് വെട്ടി യന്ത്രം അവിടെ ഇങ്ങനെ ആരോ തിരിച്ചിട്ടുണ്ട്, ചുറ്റിയിട്ടുണ്ട്. അതുപോലെ ആയിരിക്കും ഈ കണ്ടാമൃഗം നടന്നു പോകുന്ന സ്ഥലം. അത്രയും ക്ലീൻ ആക്കിയിട്ട് അവിടെയൊക്കെ തിന്നിട്ടുണ്ടാവുമെന്നർത്ഥം. അവിടുത്തെ പുല്ലുകളൊക്കെ തിന്നിട്ടുണ്ടാകുമെന്നർത്ഥം. ഫെർന എന്ന് പറഞ്ഞാൽ ചുറ്റുക, കറക്കുക എന്നെല്ലാമാണ് അർത്ഥം. ഗേണ്ട അപ്പിനി നെസിൽക്കെ സാത്ത് രഹിന, കണ്ടാമൃഗം തൻ്റെ സന്താനങ്ങളോട് കൂടെ താമസിക്കൽ എന്ത് ചെയ്യുന്നു, പസന്ത് കർത്താ ഹെ, ഇഷ്ടപ്പെടുന്നു. ബഗില, ബഗില എന്ന് പറഞ്ഞാൽ കൊക്ക്. ബഗില ഉസ്ക ഖാസ് ദോസ്ത് ഹെ, കണ്ടാമൃഗത്തിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് ആര്, കൊക്ക് എന്ന് പറയുന്നത്. ഓ ഗേണ്ടയ്ക്ക് പീട്ട് പർ ബൈട്ടാ രഹ്താ ഹെ, ആ കൊക്ക് നമ്മുടെ കണ്ടാമൃഗത്തിൻ്റെ പീട്ട് പർ, മുതുകിൽ, പീട്ട് പർ മുതുകിൽ, ബൈട്ടാ രഹ്താ ഹെ, അതിങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുന്നു. ഗേണ്ടയ്ക്ക് മുടി ഹുയി ഗാൽ, മുടിന ഗാൽ എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മുടിന എന്ന് പറഞ്ഞാൽ വളയുക, അതുപോലെ മടങ്ങുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ മുടി ഹുയി ഗാൽ, ആ മടങ്ങിയ ചർമ്മം, മടക്കുള്ള ചർമ്മം എന്ന് വെക്കാം. അപ്പോൾ മുടി ഹുയി ഗാൽ, ആ മടങ്ങിയ ചർമ്മം. ഗാൽ മേം, ആ ചർമ്മത്തിൽ. കീടങ്ങൾ എന്ത് ചെയ്യുന്നു, ചുപ്പേ ഹോത്തേ ഹെ, മറഞ്ഞിരിക്കുന്നു, ഒളിച്ചിരിക്കുന്നു. ചുപ്പിന എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുക, ഒളിച്ചിരിക്കുക, അല്ലേ. അപ്പോൾ ആ കണ്ടാമൃഗത്തിൻ്റെ മടങ്ങിയ ചർമ്മത്തിൽ കീടങ്ങൾ മറഞ്ഞിരിക്കുന്നു. ബഖില, ഈ കൊക്ക്, ഉൻ കീടോങ്കോ ഗാതാ രഹ്താ ഹെ, നമ്മുടെ കൊക്ക് ആ കീടങ്ങളെ തിന്നുകൊണ്ടിരിക്കുന്നു. മഗർ യഹി പരിന്ദ, പക്ഷേ ഈ ഒരു പക്ഷി ഉസ്കി മൗത്ത് കാ സബബി ബൻ ജാതാ ഹെ, ഈ ഒരു കൊക്ക് ആ കണ്ടാമൃഗത്തിൻ്റെ മരണത്തിനും കാരണമാകുന്നു. ബെഞ്ചാന എന്ന് പറഞ്ഞാൽ ആവുക, സബബി ബൻ ജാതാ ഹെ, കാരണവും ആകുന്നുണ്ട്. എങ്ങനെയാണ് ആകുന്നത്? ഷിക്കാരി ഇസ് പരിന്ദേ കി വജഹ സെ ഗേണ്ടേ കി മൗജൂദഗി കാ പത്താ ലഗാ ലേത്തെ ഹെ, ഷിക്കാരി വേട്ടക്കാരൻ, ഉസ് പരിന്ദേക്ക് വജേസെ, ഈ ഒരു പക്ഷി കാരണത്താൽ, ഗേണ്ടേക്ക് മൗജൂദഗി, നമ്മുടെ കണ്ടാമൃഗത്തിൻ്റെ സാന്നിധ്യം, മൗജൂദഗി പ്രസൻസ്, സാന്നിധ്യം, മൗജൂദഗി ക പത്താ ലഗാ ലേത്തെ ഹെ, അതിനെക്കുറിച്ച് അവർക്ക് അറിവ് ലഭിക്കുന്നു, വിവരം ലഭിക്കുന്നു, അല്ലേ. അപ്പോൾ കുറച്ച് ദൂരത്തു നിന്ന് നോക്കുമ്പോൾ ഒരു കൊക്ക് മാത്രം ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു അവരോട് കണ്ടാമൃഗമുണ്ട് എന്ന് മനസ്സിലാകുന്നു. അതിൻ്റെ മുതുകത്തൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് ദൂരത്തു നിന്ന് തന്നെ കൊക്കിനെ കാണാൻ സാധിക്കുന്നു. അത് കാരണമായി അവർക്ക് അവിടെ ഒരു കണ്ടാമൃഗമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓർ ഇസ് തൊറഹ് അഞ്ചാനമേം, ഓർ ഇസ് തൊറഹ്, ഇത് കാരണത്താൽ, അഞ്ചാനേമേം, അഞ്ചാനേമേം, അറിയാതെ തന്നെ, ഗേണ്ട മാർ ജാത്താ ഹെ, എന്ത് ചെയ്യുന്നു, നമ്മുടെ കണ്ടാമൃഗം കൊല്ലപ്പെടുന്നു, മരിക്കപ്പെടുന്നു. ഓക്കെ, ഇന്ന് ഇത്ര എടുക്കാം. ഞാൻ പറഞ്ഞ പോലെ വേർഡ് ബൈ വേർഡ് അർത്ഥം വെച്ച് നമ്മുടെ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.